ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. എന്നൊന്നും പറയാൻ ഇന്ന് സമയമില്ല. കാരണം ഞാൻ കണ്ടിട്ട് വന്ന സിനിമ എന്ന് പറയുന്നത് ദി ഒഡീസി ബൈ ക്രിസ്റ്റഫർ നോളൻ. ഞാൻ ക്രിസ്റ്റഫർ നോളൻ്റെ വലിയൊരു ഫാനാണ്. അതായത് പുള്ളിയുടെ ഇൻസെപ്ഷൻ, പിന്നെ ഡാർക്ക് നൈറ്റ് ട്രിലോജി, പിന്നെ അതുപോലെ മെമെൻറ്റോ, അങ്ങനെ ഒരുപാട് പടങ്ങൾ, ഓപ്പൺ ഹൈമർ, അങ്ങനെ ഒരുപാട് പടങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട്, എന്ന് വെച്ചാൽ ഒരു സയൻസ് ഫിക്ഷൻ എലിമെൻ്റൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ ഒരു എന്താ പറയുന്ന ഒരു ഐഡിയലാണ് പുള്ളി. അപ്പം പുള്ളി ഇതുപോലൊരു ഒരു ചരിത്രകഥ അല്ലെങ്കിൽ ഒരു ഗ്രീക്ക് മിത്തോളജി എടുക്കുമ്പോൾ അത് എന്തായിരിക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചു. ഓക്കെ, പുള്ളി ഇങ്ങനെ സാധാരണത്തെ സംഭവം പിടിക്കാത്തതാണ്, പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു രീതിയിൽ നിന്ന് കാണാനൊക്കെ ചെന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഇതൊരു വളരെ സ്ലോ ബർണറായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ബോറൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. പുള്ളിയുടെ ഒരു നോൺ ലീനിയാരിറ്റി പരിപാടി ഉണ്ടല്ലോ, അത് വെച്ചിട്ട് 3 മണിക്കൂർ, ഗൈസ്, 3 മണിക്കൂർ എങ്ങനെ പോയാലും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇത് ഒബ്വിയസ്ലി ഹോമറിൻ്റെ കൃതിയായ ദ ഒഡീസി എന്ന് പറയുന്നതിൻ്റെ ബുക്കിൽ ആസ്പദമാക്കിയിട്ടാണ് ഇത് ഫുൾ സ്റ്റോറി. ഇത് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ നേരത്തെ ട്രോയ് എന്ന് പറയുന്ന സിനിമയുണ്ട്. അപ്പോൾ ഈ ട്രോയ് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി ഇതൊന്ന് കാണണം. ഓക്കെ, കാരണം ഇത് 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 അറിയുന്നതിന് മുമ്പ്, സിനിമ കാണുന്നതിന് മുമ്പ് എന്തറിയണം എന്നുള്ളൊരു ചെറിയൊരു റിസർച്ചിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്പാർട്ട എന്ന് പറയുന്നൊരു രാജ്യത്തെ രാജകുമാരിയെ ഹെലൻ, പുള്ളിക്കാരത്തി ട്രോയ് എന്ന് പറഞ്ഞൊരു രാജ്യത്തുള്ള രാജകുമാരൻ കടത്തിക്കൊണ്ട് പോകുന്നു. പിന്നെ പുള്ളിക്കാരത്തി തിരിച്ചു കൊണ്ടുവരുന്നൊരു ഒഡീസസ് എന്ന് പറയുന്നൊരു രാജാവിൻ്റെ പിന്നെ അതിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നതിൻ്റെ ഒരു ഫുള്ളൊരു വോയേജാണ് ഈ ഒഡീസി എന്ന് പറയുന്നുള്ളൊരു കഥ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഇതിനകത്ത് ഒരുപാട് മിത്തിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. മീൻസ് ഒരുപാട് ഗ്രീക്ക് ഗോഡ്സ് ഉണ്ട്, പിന്നെ കുറേ മോൺസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ അവിടെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് മാത്രം പ്ലേസ് ചെയ്തിട്ട്, അപ്പം മോൺസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, കൂടുതൽ ഒരു ഹ്യൂമൻ ഉള്ള രീതിയിലുള്ള ഫീലിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും പുള്ളി ഫോക്കസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് ഒട്ടും ബോറടിക്കാതെ പോയത്. പിന്നെ ഇതിൽ പെർഫോമൻസ് അല്ല ഇതിനെക്കാട്ട്, ഇതൊരു ഫുൾ ഒരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന തിയേറ്ററിലെ ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ നോക്കിയിട്ട് ലാർജ് ഫോർമാറ്റ് എന്ന് പറയുന്നത് ഞാൻ ഐമാക്സിലാണ് കണ്ടത്. എന്നുവെച്ചാൽ 70mm ഫുൾ ഐമാക്സ് ഒന്നും ഇന്ത്യയിലൊന്നും ഇല്ല. അപ്പം ഉള്ള ഐമാക്സിൽ അവൈലബിൾ ആയിട്ടുള്ള ഐമാക്സിൽ തന്നെയാണ് ഞാൻ കണ്ടത്. പക്ഷേ അതൊരു വൺ എക്സ്പീരിയൻസ് ആണ്. ഇത് ഫുൾ എക്സ്പീരിയൻസ് ആണ്. ഈ പടം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഒരു മിത്തോളജിക്കൽ സ്റ്റോറി നമ്മളെ എങ്ങനെ വളരെ ബോറടിപ്പിക്കാതെ എടുത്തു വെച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് മാറ്റ് ഡേമനും റോബർട്ട് പാറ്റിൻസണ്, പിന്നെ ടോം ഹോളണ്ട്, ആന ഹാത്വേ, പിന്നെ അസെൻഡയ, അങ്ങനെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ എല്ലാം പെർഫോമൻസ് വളരെ നല്ലതായിരുന്നു. പിന്നെ ഇതിനകത്ത് ഒരു ക്യാരക്ടറുണ്ട്, ഒരു ആഗമനം എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ, ഒരു രാജാവാണ്. പ്രിൻസാണോ കൃത്യമായിട്ട് അറിയത്തില്ല. ഈ പുള്ളി ആ പടം 3-4 മിനിറ്റ് വരുള്ളൂ. വന്ന് നിന്നിട്ട് ഓറയാണ്. അല്ല, ബാറ്റ്മാനൊക്കെ വന്ന് നിൽക്കുന്ന മാതിരി പുള്ളിയുടെ ഒരു ക്യാരക്ടറിൻ്റെ ഓറ. പക്ഷെ ആ സ്ക്രീൻ ഫുള്ള് അങ്ങ് നിറഞ്ഞു നിൽക്കുക. എന്താ പറയുന്നത്, അത് ഭയങ്കര ഒരു സുഖമുള്ള പടം. പിന്നെ ഇതുപോലെ ഇഷ്ടം പോലെ ഷിപ്പ് ചെയ്യുന്നതും, പിന്നെ ഒരുപാട് സ്റ്റോം ഉണ്ടാകുന്നു, മഴ, സ്റ്റോം, അങ്ങനെ ഒരുപാട് അഡ്വഞ്ചറസ് ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ എങ്ങനെ ഇത് എടുത്തു വെച്ചു എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ വണ്ടടിച്ചിരിക്കും. പിന്നെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ഈ നമ്മുടെ ഓപ്പൺ ഹൈമറിൻ്റെ ഒക്കെ മ്യൂസിക് ചെയ്ത ഈ ലോഡ്വിങ് ഗൊറാൻസൺ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. അപ്പം പുള്ളിയാണ് മ്യൂസിക്. പക്ഷേ ഭയങ്കര ക്ലാസിക്കായിട്ടുള്ള നമ്മൾ കേൾക്കാത്ത ടൈപ്പ് മ്യൂസിക്കൊക്കെയാണ്. അതായത് പല സിറ്റുവേഷൻസിൽ, ഇപ്പം വാർ സീൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഭയങ്കര ടെൻഷൻ ബിൽഡ് ചെയ്യുന്ന ഒരു ഡ്രാമാറ്റിക് സീക്വൻസ് ആണെങ്കിലും, അത് നമ്മളിതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇനി ഇതുപോലത്തെ എന്തെങ്കിലും മ്യൂസിക് വേറെ കേട്ടാൽ ആ ഒരു മ്യൂസിക്കിൻ്റെ ഇമോഷൻ ഇതാണ് എന്ന് നമ്മുടെ മൈൻഡിൽ അത് രജിസ്റ്റർ ആകും. അതുപോലെയാണ് ഇതിൻ്റെ മ്യൂസിക്കിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ അതായത് ഇതിൻ്റെ സ്റ്റോറി ബേസ്ഡ് വരുമ്പോൾ ഈ ഒഡീസിസ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു രാജ്യത്തേക്ക് ചെല്ലുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് ഒരുപാട് വർഷങ്ങളെടുത്തിട്ടാണ് അതിൻ്റെ തിരിച്ചു വരവ്. അപ്പം അതുവരെ പുള്ളിയുടെ വൈഫായിട്ടുള്ള എന്താ പറയുന്നത്, പെനലോപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ അതിൻ്റെ മകനായ ടെലമേക്കസ് ബൈ ടോം ഹോളണ്ട്. അപ്പം
അവർ രണ്ടുപേരുടെയും ഉള്ളൊരു എന്താ പറയുന്നത് ഒരു കഷ്ടപ്പാടും എന്ന് വെച്ചാൽ കഷ്ടപ്പാടൊന്നുമില്ല, അവർ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ഓക്കെ എങ്ങനെയാണെന്ന് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വളരെ ഇതുണ്ട്. അന ഹാത്വയുടെ നല്ല ഒരു അടിപൊളി ഒരു പെർഫോമൻസാണ് ഇതിനകത്ത് എല്ലാവരും ഉള്ളത്. പിന്നെ എന്താ പറയുക, ഇത് വേറെ എന്താ പറയുക ഫോണിലോ ടി വിയിലോ ലാപ്ടോപ്പിലോ ഒന്നും കാണാൻ നിൽക്കരുത്. ഏറ്റവും അടുത്തുള്ള തിയേറ്ററിൽ തന്നെ ഇത് പോകണം, ഇത് കാണണം. ഇതൊക്കെ ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇതുപോലത്തെ ഇത് ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ നോളൻ എടുക്കുന്ന പടങ്ങളെല്ലാം ആ സമയത്തെ ട്രെൻഡും കുറച്ചൊരു വർഷം കഴിയുമ്പോൾ തന്നെ അത് ഒബ്വിയസ്ലി ഒരു ക്ലാസിക്കും ആണ്. അപ്പം ഡോണ്ട് മിസ് ദാറ്റ് ഇൻ തിയേറ്റർ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ഞാൻ റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് ഒരു സൈക്ലോപ്സ് എന്ന് പറഞ്ഞൊരു ഒരു മോൺസ്റ്റർ ഉണ്ട്, ഒരു നെറ്റിൽ ഒരു കണ്ണുള്ള. അപ്പോൾ ഈ സൈക്ലോപ്സ് പുള്ളിക്കാരന്മാർ CGI അല്ല ചെയ്തത്, ഒരു മെക്കാനിക്കൽ പപ്പറ്റിനെയാണ് ക്രിയേറ്റ് ചെയ്തത്. പുള്ളിക്ക് CGI അലർജിയാണ്, പുള്ളിക്കത് ഇഷ്ടമല്ല. CGI എന്ന് പറയുന്നത് സെറ്റിൽ നിന്ന് വെളിയിൽ ഇറക്കി വിടും, അങ്ങനെയാണ് പുള്ളിയുടെ പരിപാടി ക്രിസ്റ്റഫർ നോളൻ്റെ. അപ്പം അതൊക്കെ ഭയങ്കര എങ്ങനെ ഇത് എടുത്തു എന്നുള്ള ഒരു ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മാൻ യു ആർ ഗ്രേറ്റ്. എന്നുവെച്ചാൽ പുള്ളി ഒരു ഗോഡാണ്. ഹീസ് എ റിയൽ ഗോഡ്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതായത് നോൺ ലീനിയറായിട്ട് കഥ പറഞ്ഞ് നമ്മളെ പിടിച്ചിരുത്താൻ. പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ട്രോയ് എന്ന് പറഞ്ഞ സിനിമ അല്ലെങ്കിൽ ഇതിന് മുമ്പുള്ള ഇതിൻ്റെ ട്രോജൻ വാർ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അറിയാവുന്നേ ഉള്ളൂ. പക്ഷെ അതല്ലാതെ വേറെ ഇതിൻ്റെ കഥ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എന്നെ മനസ്സിലാകുന്ന രീതിയിൽ അത് പിടിച്ചവിടെ ഇരുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. അതായത് കഥ അറിയാതെ ചെന്ന് പോയാലും ഇതുപോലത്തെ വലിയൊരു മിത്തോളജിക്കൽ സ്റ്റോറി നിങ്ങൾക്ക് എങ്ങനെ ഇത് ഭയങ്കര ഇമേഴ്സീവായിട്ട് ഇറങ്ങി അത് ഫീൽ ചെയ്യിക്കാൻ പറ്റി എന്നുള്ളതാണ്. അതായത് ഇറ്റ്സ് ടു ഗുഡ്. ലൈറ്റിങ്ങും കാര്യങ്ങളും ഇപ്പം ഒരുപാട് ഈ അവരുടെ ഓടിക്കുന്ന ഷിപ്പിലൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ മഴ വരുന്നു, ഇത് മറിയാൻ പോകുന്നു, അങ്ങനത്തെ കുറേ ഇഷ്ടംപോലെ അഡ്വഞ്ചർസ് ഉണ്ട്. ഇതൊക്കെ ആ ഒരു ലൈറ്റിങ്ങിലും എങ്ങനെ ഇത് ചെയ്തു വെച്ചു എന്നൊക്കെയുള്ള completely amazing. Okay, don't miss it in theater. Okay, bye.